ഓക്കെ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് സൊല്യൂഷൻസിനെ കുറിച്ചാണ്. സൊല്യൂഷൻ്റെ ഡിസൈൻ, സൊല്യൂഷൻ്റെ ഡിസഡ്വാൻറ്റേജസ്, അതിൻ്റെ പ്രോപ്പഗേഷൻ, അതൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി സിസ്റ്റം കൺസ്ട്രെയിൻസ്. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ്റെ കേസിൽ നമ്മൾ പറയുന്ന സമയത്ത് സൊല്യൂഷനായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ദ ട്രാൻസ്മിഷൻ ബിറ്റ് ഓഫ് എ സൊല്യൂഷൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ മെയിൻലി 2 ഫാക്ടേഴ്സ്. അപ്പോൾ 2 ഫാക്ടേഴ്സിനെയാണ് നമ്മൾ സൊല്യൂഷൻ കമ്മ്യൂണിക്കേഷൻ്റെ ട്രാൻസ്മിഷൻ ബിറ്റ് റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് സൊല്യൂഷൻ പൾസ് വിഡ്ത്തിനെയും മറ്റത് ഡ്യൂറേഷൻ ഓഫ് ദ ബിറ്റ് പീരീഡ്. അപ്പോൾ പൾസ് വിഡ്ത്തിനെ നമ്മൾ ടോ എന്നും ഡ്യൂറേഷൻ ഓഫ് ദ ബിറ്റ് പീരീഡിനെ നമ്മൾ ആ ടൈം ഡ്യൂറേഷനെ നമ്മൾ T0 എന്നും നമ്മൾ മെൻഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ടോ എന്ന് വെച്ചാൽ പൾസ് വിഡ്ത്തും ഡ്യൂറേഷൻ ഓഫ് ദ ബിറ്റ് പീരീഡിൽ വരുന്ന ഡ്യൂറേഷനെ നമ്മൾ T0 എന്നും മെൻഷൻ ചെയ്യും. ഇനി വരുന്ന ട്രാൻസ്മിഷൻ ബിറ്റ് റേറ്റിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ BT എന്ന് പറയുന്നത് BT is equal to 1/T0, that is equal to 1/2Q0 into tau. ഒന്നെങ്കിൽ അത് 1/T0 ആണ്, 1 divided by ബിറ്റ് പീരീഡ്, അതല്ല എങ്കിൽ 1 divided by 2Q0 into tau. അപ്പോൾ നമുക്ക് സാധാരണ ട്രാൻസ്മിഷൻ ബിറ്റ് റേറ്റ് എപ്പോഴും എന്തിനായിരിക്കും? സൊല്യൂഷനായിരിക്കും മാക്സിമം. കാരണം സൊല്യൂഷൻ്റെ കേസിൽ ലോസസ് ഒക്കെ കുറവാണ്, അതൊക്കെ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം വരുന്നത് സൊല്യൂഷൻ പൾസസിനായിരിക്കും. ഇനി അപ്പോൾ ഈ പറഞ്ഞ ഇക്വേഷനിൽ നിന്ന് നമുക്ക് Q0 എന്താണെന്ന് എഴുതാം. Q0 is equal to 1/2 into T0 divided by tau. അതാണ് Q0. So Q0 is a dimensionless parameter that determines the value of separation needed between pulses to avoid interaction. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എത്രമാത്രം നമുക്ക് സെപ്പറേഷൻ വേണം, ഈ സൊല്യൂഷൻസ് തമ്മിൽ എത്ര സെപ്പറേഷൻസ് വേണം, ആ സെപ്പറേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഡയമെൻഷൻലെസ് ക്വാളിറ്റിയാണ് നമ്മുടെ Q0 എന്ന് പറയുന്ന സംഭവം. ഇറ്റ്സ് എ ഡയമെൻഷൻലെസ് പാരാമീറ്റർ. Now dispersion length LD is the length of single mode optical fiber over which the pulse width of the solution is broadened significantly due to dispersion effect. അപ്പോൾ LD എന്ന് പറഞ്ഞാൽ ഡിസ്പേർഷൻ ലെങ്ത് എന്നാണ് പറയാം. അത് നമ്മുടെ സിംഗിൾ മോഡ് ഫൈബറിൻ്റെ കേസിലുള്ള ഒരു ഡിസ്പേർഷൻ ലെങ്ത് ആണ്, അതിൻ്റെ ലെങ്ത് ആണ് പറയുന്നത്. അപ്പോൾ അത് എന്തിനാണ്? നമ്മുടെ സൊല്യൂഷൻ കാരണം, അതായത് പിന്നെ ഡിസ്പേർഷൻ എഫക്റ്റ് കാരണം നമ്മുടെ സൊല്യൂഷനിൽ പൾസ് വിത്ത് ബ്രോഡൻ ചെയ്യുന്നു. അങ്ങനെയുള്ള കേസിൽ ആസ് എ റിസൾട്ട് ഓഫ് ദ ഡിസ്പേർഷൻ എഫക്ട് ദ പൾസ് വിത്ത് ഓഫ് ദ സൊല്യൂഷൻ ഗെറ്റ് ബ്രോഡൻഡ് ആൻഡ് ദസ് ഡിസ്റ്റൻസ്, ആ ലെങ്തിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ ലെങ്ത് അഥവാ LD എന്ന് പറയുന്നത്. സിംഗിൾ മോഡ് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കേസിലെ ലെങ്ത് ആണിത്. ആൻഡ് LD is equal to tau square divided by beta 2. ഇനി beta 2 എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സെക്കൻഡ് ഓർഡർ ഡിസ്പേർഷൻ കോഎഫിഷ്യന്റിനെയാണ് നമ്മൾ beta 2 എന്ന് പറയുന്നത്. ഇനി the transmission bit rate for solution propagation when the amplifier spacing is smaller than the dispersion length, that is LA less than very less than LD ആണ് എങ്കിൽ BT that is very less than 1/2 Q0 into 1 divided by root of beta 2 into LA. അതായത് നമ്മുടെ ട്രാൻസ്മിഷൻ ബിറ്റ് റേറ്റ്, അതായത് സൊല്യൂഷൻ്റെ ട്രാൻസ്മിഷൻ ബിറ്റ് റേറ്റ് ആണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ 2 കേസസ് ആണ്. ഒന്ന് ആംപ്ലിഫയർ സ്പേസിങ് ഡിസ്പേർഷൻ ലെങ്തിനേക്കാളും കുറവാണെങ്കിൽ, അതായത് LA എന്ന് പറയുന്നത് LDനേക്കാളും കുറവാണ് എങ്കിൽ BT will always be less than, or BT will be very less than 1/2 into Q0 into 1 divided by root of beta 2 into LA. The transmission bit rate for solution propagation when the amplifier spacing is greater, that means if LA is very greater than LD, BT will be greater than 1/2 Q0 into root of alpha divided by beta 2. ഓക്കെ, ഇതാണ് 2 ഇക്വേഷൻസ്. അപ്പം 2 ഇക്വേഷൻസിൽ നമ്മൾ പറയുന്നത് കറക്റ്റ് വാല്യൂ അല്ല, ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞ 2 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സിസ്റ്റം കൺസ്ട്രെയിൻസ് വരുന്നത്. എന്തിന്? നമ്മുടെ സൊല്യൂഷൻ്റെ കേസ്, സൊല്യൂഷൻ്റെ ഡിസഡ്വാൻറ്റേജസ്, സൊല്യൂഷൻ്റെ സിസ്റ്റം കൺസ്ട്രെയിൻസും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പോർഷനാണ് നമ്മുടെ GH എഫക്റ്റ് എന്ന് പറയുക. GH എഫക്റ്റ് എന്താണെന്ന് നോക്കാം. Optical amplifiers in solution system also contribute towards the amplitude fluctuation in the form of amplified spontaneous emission noise. അപ്പം
സൊല്യൂഷൻ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ് എന്തിനൊരു റീസൺ ആവുന്നു? ആംപ്ലിറ്റ്യൂഡ് ഫ്ലക്ച്വേഷൻസിന് ഒരു റീസൺ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ആംപ്ലിഫൈഡ് സ്പോണ്ടേനിയസ് എമിഷൻ നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വഴി നമ്മുടെ സൊല്യൂഷൻ്റെ കേസിലെ ആംപ്ലിഫയേഴ്സ് ഒരു ആംപ്ലിറ്റ്യൂഡ് ഫ്ലക്ച്വേഷൻസിന് റീസൺ ആവുന്നു. Furthermore, ASC noise variations accompanied by dispersion on the fiber gives rise to jitter in the pulse arrival times known as Gordon-Hose jitter. അപ്പോൾ ജിറ്റർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഇപ്പോൾ ഇവിടെ പറയുന്നത് ഫൈബർ നമ്മുടെ ഡാറ്റാസ് നമ്മുടെ അല്ലെങ്കിൽ പൾസസ് നമ്മുടെ ഔട്ട്പുട്ടിൽ എത്തുന്ന ആ ഒരു ടൈം ഫ്ലക്ച്വേഷൻസ്, അതാണ് ജിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ജിറ്റേഴ്സ് കോസ് ചെയ്യാൻ കാരണമാണ് നമ്മുടെ ഈ ASC നോയ്സ് വേരിയേഷൻസും അതുപോലെ തന്നെ ഫൈബറിലെ ഡിസ്പേർഷൻ. അപ്പോൾ ഈ ASC നോയ്സ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ് ആണ്. ഈ ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ് ഉണ്ടാകുന്ന ഈ ASC നോയ്സ് പ്ലസ് ദ ഡിസ്പേർഷൻ ഓഫ് ദ ഫൈബർ ഗിവ്സ് റൈസ് ടു ജിറ്റർ. ഓക്കെ, ASC noise and Gordon-Hose jitter are two significant phenomena that also impose limitations on the maximum permissible transmission distance for an optical solution transmission system. അപ്പോൾ സൊല്യൂഷൻ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന ഒരു മേജർ ആയിട്ടുള്ള 2 കൺസ്ട്രെയിൻസ് ഉണ്ട്. അതാണ് ഒന്ന് ASC നോയ്സും പിന്നെ Gordon-Hose jitters. അതായത് ജിറ്റേഴ്സിനെയാണ് നമ്മൾ Gordon-Hose jitter എന്ന് പറയുന്നത് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കേസിൽ. So as a result of the additive nature of the ASC noise from the amplifiers, a large SNR is required to differentiate binary zeros from ones, necessitating an increasing optical signal power for longer transmission distance. അപ്പോൾ ASC എന്ന് വെച്ചാൽ അഡിറ്റീവ് ഇൻ നേച്ചറാണ്. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ആംപ്ലിഫയറിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇറ്റ് ഗെറ്റ്സ് ആഡഡ്. അതായത് ഒരു ഇതിന് 5% ആണെങ്കിൽ നെക്സ്റ്റിൻ്റെ 5% കൂട്ടിയിട്ട് അത് 10% ആവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും ആംപ്ലിഫയേഴ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ASC നോയ്സ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഗെറ്റ് ആഡഡ്. ആൻഡ് അതുകൊണ്ട് തന്നെ ആ ഒരു ഫീച്ചർ കൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണ്ടി വരും? ലാർജ് SNR വേണ്ടി വരും. അപ്പോൾ ലാർജ് SNR വേണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? പവർ, അതായത് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ കൂടുതലാവണം എന്ന് പറഞ്ഞാൽ നമ്മൾ സിഗ്നലിൻ്റെ പവർ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. സോ അതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ട് നമുക്ക് എന്തായിരിക്കണം? ലാർജ് SNR വേണം. ആ ലാർജ് SNR മീൻസ് ഇറ്റ് റിക്വയർസ് high signal power for longer transmission. At such transmission distances, the Gordon-Hose effect dominates, which may cause bit errors due to random replacement of pulses ending up in neighboring time slots. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലാർജ് ട്രാൻസ്മിഷൻ ഡിസ്റ്റൻസിൽ തന്നെ ഈ നമ്മൾ എടുക്കുകയാണെങ്കിൽ Gordon-Hose jitters അത് കൂടുതലായിരിക്കും. അപ്പോൾ അത് കൂടുതലാണ് എങ്കിൽ നമുക്ക് 0 വരേണ്ട സമയത്ത് ചിലപ്പോൾ എന്ത് വരും? നമ്മുടെ 1 ആയിരിക്കും വരിക. അപ്പോൾ ആ ഡാറ്റയെ മാറിപ്പോയി അല്ലേ? ഒരു പ്രാവശ്യം എന്നല്ല, കുറച്ച് പ്രാവശ്യം അങ്ങനെ വരുമ്പോൾ നമുക്ക് 0 എത്തേണ്ട ടൈമിൽ നമുക്ക് 1 ആണ് കിട്ടിയെങ്കിൽ നമ്മളത് ഇൻ്റർപ്രിറ്റ് ചെയ്യുക എന്താണ്? 1 തന്നെ വന്നു എന്നാണ് നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുക. വിച്ച് മീൻസ് ദ ഡാറ്റ വിൽ ബി റോങ്. അപ്പോൾ അവിടെ നോയ്സ് ഉണ്ടാകുന്നു. നമുക്ക് എന്ത് സംഭവിക്കുന്നു? നൈബറിങ് സ്ലോട്ട്സിൽ, അതായത് എൻ്റെ അപ്പ് ചെയ്യേണ്ട സ്ലോട്ടിൽ എൻഡ് അപ്പ് ചെയ്യാതെ നെക്സ്റ്റ് സ്ലോട്ടിൽ എൻഡ് അപ്പ് ചെയ്യുന്നു. വിച്ച് മീൻസ് വിൽ ഗെറ്റ് നോയ്സസ് ഓർ വിൽ ഹാവ് ദ ലോസ് ഓഫ് ഡാറ്റ. A balance between the effect of ASC noise and Gordon-Hose jitter is therefore required to enable successful optical solution system operation. അപ്പോൾ ഈ ASC നോയ്സും Gordon-Hose ജിറ്ററും തമ്മിലൊരു ബാലൻസ് വേണം നമുക്ക് സക്സസ്ഫുൾ ആയിട്ടൊരു സൊല്യൂഷൻ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബാക്കി നമ്മൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം കേട്ടോ, ലൈവ് ക്ലാസ്സിലെടുക്കാം.